ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് ബീൻ എ വൈൽ. ഞാനിങ്ങനെ ഓൺ വോയിസിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് വീഡിയോ എടുത്തിട്ട് ഒരുപാട് നാളായല്ലേ. യാ, ഐ എം ഡൂയിങ് വെൽ. ഞാനിപ്പോൾ ലണ്ടനിലാണുള്ളത്. ബാക്ക് ടു വർക്ക് ആൻഡ് റുട്ടീൻ. നാട്ടിലായിരുന്നു, മെയ്യിൽ നമ്മൾ നാട്ടിലായിരുന്നു കേട്ടോ. സോ വൈഫ് നാട്ടിലാണ്, ഇപ്പം ഞാനിവിടെ ഉണ്ട്. ആൻഡ് ഇതൊരു സാറ്റർഡേ ആണ്. സാറ്റർഡേ ആൻഡ് സൺഡേ ഇസ് മൈ ഓഫ് ഡേ യൂഷ്വലി. അപ്പം ഇരുന്നിരുന്ന് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഭയങ്കര ഡെസ്പായിരുന്നു കേട്ടോ. അപ്പം എനിവേ ഐ തോട്ട് ഓഫ് ഗോയിങ് ഔട്ട് ഫോർ എ മൂവി. അപ്പം എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, ഗ്രെഗ് ഉണ്ട്. അപ്പം അവനെയും കൂട്ടിയിട്ടാണ് ഞാൻ മൂവിക്ക് പോകുന്നത്. സോ അതിന് മുന്നേ ഞാനുണ്ടല്ലോ രാഗി എൻ്റെ ഉഴുന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ദോശ ചുട്ടെടുക്കണം. എനിവേ, കാരണം മാവ് വെച്ചിരുന്നാൽ ചിലപ്പോൾ നന്നാവില്ല, അതുകൊണ്ട് നമ്മൾ ദോശ ചൂടാമെന്നാണ് വിചാരിക്കുന്നത്. സോ പോണതിന് മുന്നേ കുറച്ച് ദോശ ഇടാം. ദിസ് ഇസ് മൈ കിച്ചൺ. ദോശ ഞാൻ ഉണ്ടാക്കാറുള്ളത് ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്ത രാഗി ഉണ്ട് കേട്ടോ. രാഗി ആൻഡ് ഉഴുന്ന്, അത് രണ്ടും കൂടെ സാധാരണ അരി ഉഴുന്നുണ്ട് ഈക്വൽ ആ ഒരു എമൗണ്ടിൽ എടുത്തിട്ട്, ഈക്വൽ അല്ല, ഉഴുന്ന് പകുതിയാണ്. അപ്പോൾ രാഗി 1 ഗ്ലാസ് ആണെങ്കിൽ ഉഴുന്ന് 1/2 ഗ്ലാസ് അങ്ങനെ എടുത്തിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ ഞാൻ അരച്ച് വെച്ചാണ് കേട്ടോ. ഇപ്പം ഈവനിങ് ഒരു 6 o'clock ആവുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചുട്ടെടുക്കാൻ പോവാണേ. അപ്പോൾ ഉപ്പ് ചേർക്കണം. എല്ലാവരും കൈക്കണക്കാണ് കേട്ടോ. ഞാനിങ്ങനെ അളന്ന് അങ്ങനെ നോക്കി ചെയ്യുന്ന ആളല്ല. ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അരച്ച മാവ് ഇതിനടുത്തോട്ട് ഒഴിക്കുകയാണ്. ഓക്കെ, എന്തായാലും കഴിക്കാൻ പോകുന്നുണ്ടാവില്ല, ബിക്കോസ് കറിയില്ല. അപ്പോൾ മാവ് വെച്ചിരുന്നാൽ ചിലപ്പോൾ മോശമാവുമല്ലേ, അതുകൊണ്ടാണ് ഇന്ന് തന്നെ ദോശ ഇട്ട് വെക്കുന്നത്. ദോശ ഇട്ട് വെച്ച് നോക്കാം, അപ്പോൾ രാവിലെ വേണമെങ്കിൽ കഴിക്കാമല്ലോ. അപ്പോൾ മൂവി പറഞ്ഞില്ലല്ലേ, മൂവി ഞാൻ ബാലൻ എന്ന് പറഞ്ഞിട്ടുള്ള മലയാള മൂവി കാണാൻ കേട്ടോ പോകുന്നത്. നല്ല കുറേ റിവ്യൂ ഒക്കെ കണ്ടു, പിന്നെ ട്രെയിലർ കണ്ടപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ദോശ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം പോകാനേ ഉള്ളൂ. ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സോ ഇങ്ങനെയാണ് സിനിമയ്ക്ക് പോകുന്നത്. ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ആൻഡ് ഫിലിമിന് പോവാണ്. ചൂടായതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ ജാക്കറ്റ് വന്നിട്ടൊന്നും ആവശ്യമില്ല, നല്ല ചൂടാണ്. ഇവിടെ 29-30 degrees ഒക്കെയാണ്. ദിസ് ഈസ് മൈ ഹൗസ് വേർ ഐ ലീവ്. ആൻഡ് ഈ ഒരു പോർഷൻ ആട്ടോ നമ്മുടെ. അതിനപ്പുറത്ത് വലിയ വീടുണ്ട്, അത് നമ്മുടെ അല്ല, അത് ഇതിൻ്റെ ഓണറുടെയാണ്. ആൻഡ് വി ലീവ് ഇൻ ദിസ് സ്മോൾ 1 bedroom ഹാൾ ആൻഡ് കിച്ചൺ. അപ്പോൾ ഫിലിമിന് പോയിട്ട് വരാം. അതാണ് ഞങ്ങൾ താമസിക്കുന്ന ഏരിയ. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇങ്ങനെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. ആൻഡ് യെസ്, ലുക്ക് അറ്റ് ദ സ്കൈ. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. മിനിറ്റ് നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിക്കായിരുന്നു. അതായത് എന്നെ ചെക്ക് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതായത് ഞാൻ ഓക്കെ ആണോ അല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് ചോദിക്കാൻ എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്. അത് എൻ്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് കേട്ടോ ഞാൻ കാണുന്നത് കേട്ടോ. കാരണം ലോട്ട് ഓഫ് പീപ്പിൾ, ഒരുപാട് ആൾക്കാർക്ക് അതില്ല. അതായത് ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ ആൾക്കാരില്ലാത്ത എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയാമോ. അപ്പം അങ്ങനെ ഒരാളല്ല, കുറച്ചധികം പേരുണ്ട്. ഇതുണ്ടാവുമെന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് കേട്ടോ ഞാൻ കാണും. പിന്നെയും ചില ആൾക്കാരുണ്ട്, അതായത് ഞാൻ ചിരിച്ച് കളിച്ച് നടന്നാലും ഞാൻ ഓക്കെ അല്ല എന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ അതൊക്കെ ഭയങ്കര ബ്ലെസ്സിങ് ആണ് ലൈഫിൽ. ഇത് മൊത്തം ഒരു മൂടിയായി കിടക്കുന്നൊരു സമയത്താണ് കേട്ടോ ഞാൻ സിനിമയ്ക്കൊന്ന് പ്ലാൻ ചെയ്തത്. എനിവേ, അങ്ങനൊരു സുഹൃത്താണ് ഇപ്പം ഞാൻ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ ഒരുമിച്ചാട്ടോ സിനിമയ്ക്ക് പോകുന്നത്. സോ ഹി വിൽ ജോയിൻ മീ ഫ്രം ദ ബസ്. അവൻ്റെ തൊട്ടപ്പുറത്തെ ബസ് സ്റ്റോപ്പ്. അപ്പോൾ അവൻ അവിടെ നിന്ന് കയറും, ഞാൻ ഇവിടെ നിന്ന് കയറും. സോ ആക്ച്വലി ഞാൻ കഴിഞ്ഞ മാസം നാട്ടിൽ നിന്ന് ദൃശ്യം 3 കാണാനായിട്ടോ തിയേറ്ററിൽ പോയത്. സോ ഇവിടെ വന്നിട്ട് ഫസ്റ്റായിട്ട് പോവാണ്. ബാലൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ബസ് വന്നു കേട്ടോ. അങ്ങനെ ഹാരോ വഴി പോകുന്നൊരു ബസ്സാണ്. അപ്പോൾ നമ്മൾ അതിലാണ് കയറിയത്. ദിസ് ഈസ് മൈ ഫ്രണ്ട്. അങ്ങനെ നമ്മൾ ഒരു കറക്റ്റ് ഒരു 1/2 hour മുന്നേ തന്നെ നമ്മളോട് എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു ഫ്രാപ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് മാക്ടിയിൽ നിന്ന്. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് നമ്മൾ ഫിലിം കാണാൻ പോയി. നല്ലതായിരുന്നു കേട്ടോ. ആൻഡ് നമ്മളിവിടെ ഇടയ്ക്ക് വരുന്നതാണ്. ഒരു കുഞ്ഞു തിയേറ്ററാണ്, എന്നാൽ നല്ല അത്യാവശ്യം സ്ക്രീനൊക്കെ ഉള്ള ഒരു നല്ലൊരു കുഞ്ഞു തിയേറ്റർ. അങ്ങനെ ഫിലിം കണ്ട് ഫസ്റ്റ് ഹാഫൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇൻ്റർവ്യൂ ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ആക്ച്വലി ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്, എനിക്കിഷ്ടപ്പെട്ടു. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്. ഉണ്ടായിരുന്നു സിനിമ നല്ലൊരു മൂവി ആയിരുന്നു. നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു കൈൻഡ് ഓഫ് സ്റ്റോറി ലൈൻ, പിന്നെ മേക്കിംഗ് എല്ലാം, ആക്ടിങ് എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു തിയേറ്റർ വാച്ച് മൂവി തന്നെയായിരുന്നേ. പിന്നെ നമ്മൾ നിർവാണ ലോഞ്ചിൽ കയറിയിട്ട് ഫുഡും കഴിച്ചു കേട്ടോ.
അപ്പോൾ നല്ല ഫുഡായിരുന്നു. നമ്മൾ നാൻ, മേത്തി ചിക്കൻ ആൻഡ് ബിരിയാണി അത്ര കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എനിവേ ദാറ്റ് വാസ് എ ഗുഡ് ഡേ. So thank you so much for watching and see you all. Keep safe. Bye.